സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മുടെ ചാനലിന്റെ റീച്ച് ഡൗൺ ആകുന്നത്. ഓക്കെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് യൂട്യൂബില് വീഡിയോയുടെ വ്യൂ കൂടുന്നതിന് പകരം കുറയുന്നു, സബ്സ്ക്രൈബേഴ്സ് കൂടേണ്ടടുത്ത് സബ്സ്ക്രൈബേഴ്സ് കുറയും. അതായത് അനലിറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൈനസ് ആയിരിക്കും ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ്, -500 -200 ഒക്കെ ആയിരിക്കും സബ്സ്ക്രൈബേഴ്സ് കിടക്കുന്നത്. ഈ ഒരു പ്രശ്നം ഇന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രിയേറ്റേഴ്സും ഫേസ് ചെയ്യുന്നുണ്ട്. അത് പുതുതായിട്ട് ചാനൽ തുടങ്ങിയവരായാലും ഒരുപാട് നാളുകളായിട്ട് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നവരായാലും എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് കുറച്ച് നാളുകൾ നമ്മൾ യൂട്യൂബിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് ചാനൽ നമ്മുടെ ഫ്രീസ് ആകുന്ന ഒരു അവസ്ഥ. അതായത് എല്ലാം അപ്പായിട്ട് പോകുന്നതിന് പകരം എല്ലാം ഡൗൺ ആയിട്ട് പോകുന്നു. നമ്മുടെ ചാനലിന്റെ ഡാഷ്ബോർഡിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ചാനലിന്റെ അവസ്ഥ എന്താണെന്ന്. റീച്ച് കൂടുതലാണോ കുറവാണെന്നുള്ളത് അവിടെ നിന്ന് ഒറ്റ കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഗ്രീൻ ആരോസ് കാണിക്കും, ഗ്രീൻ കളർ ആരോസ് മുകളിലോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ റീച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് നേരെ താപ്പോട്ടാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വ്യൂവും കുറയുന്നു, സബ്സ്ക്രൈബേഴ്സും കുറയുന്നു, മൊത്തത്തിൽ നമ്മുടെ ചാനലിന്റെ റീച്ച് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. ഇന്ന് മിക്ക യൂട്യൂബേഴ്സിന്റെയും ചാനലിന്റെ ഡാഷ്ബോർഡ് എടുത്തു പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ചാനൽ ഫ്രീസ് ആകുന്നത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആകുന്നത്? ഇത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഞാൻ ഇന്ന് എന്റെ ചാനലിൽ തന്നെ ഉദാഹരണം എടുത്തിട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതായത് എന്റെ ചാനലിൽ ഞാൻ ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അതുകൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 3 മിസ്റ്റേക്കുകളാണ്. ഈ 3 മിസ്റ്റേക്കുകൾ കാരണം നമ്മുടെ ചാനൽ ഫ്രീസ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അഥവാ നമ്മുടെ ചാനൽ ഫ്രീസ് ആയി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇതിനെ തിരിച്ച് അൺഫ്രീസ് ചെയ്ത് നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് നമ്മുടെ ചാനലിനെ എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പം ഇവിടെ ആദ്യം പറയാൻ പോകുന്ന കാര്യം നമ്മൾ കേട്ടുമടുത്ത ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോകൾ ചെയ്യണമെന്ന് ഞാൻ തന്നെ പല വീഡിയോകളിലൂടെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൺസിസ്റ്റൻസി ആരും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമില്ല. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്തില്ലെങ്കിലും വ്യൂ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ചാനൽ ഫ്രീസ് ആകാനുള്ള മെയിൻ കാരണം ഈ കൺസിസ്റ്റൻസി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. ചിലര് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡെയിലി ഒരു വീഡിയോ വെച്ചിടും, കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. കുറച്ച് നാൾ കഴിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചാനൽ ഒന്ന് ഗ്രോ ചെയ്തതിന് ശേഷം അവരെന്തെടുക്കും, ഈ ഡെയിലി വീഡിയോസ് എന്നുള്ളത് മാറ്റി ആഴ്ചയിൽ ഒരു വീഡിയോ ആക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാഴ്ച 7 ദിവസം നിങ്ങൾ 7 വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു വിചാരിക്കുക. ഒരു വീഡിയോയ്ക്ക് ഒരു 10,000 വ്യൂ കിട്ടുന്നു വിചാരിക്കുക. ആവറേജ് വ്യൂവിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ 10,000 വ്യൂ കിട്ടും. ഈ 10,000 വ്യൂ ഒരാഴ്ച വരുമ്പോഴത്തേക്ക് എത്ര വരും? നമുക്കൊരു 70,000 വ്യൂ വരും. ഇനി നമ്മൾ വീഡിയോ ഇടുന്നതിന്റെ കൺസിസ്റ്റൻസി മാറ്റിയിട്ട് ആഴ്ചയിൽ ഒരു വീഡിയോ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ഈ 10,000 വ്യൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ 70,000 സ്ഥാനത്ത് 10,000 നമ്മുടെ ചാനലിന്റെ റീച്ച് കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ 2-3 ആഴ്ച നമ്മൾ ഓരോ വീഡിയോ വെച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലക്ഷങ്ങൾ ആവറേജ് റീച്ച് കിട്ടിക്കൊണ്ടിരുന്നത് ഒറ്റയടിക്ക് കുറഞ്ഞ് 10,000-ലേക്കോ 20,000-ലേക്കോ ഒതുങ്ങും. അതിനുശേഷം പിന്നുള്ള ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിലെ എല്ലാ ആരോസും ഡാഷ്ബോർഡിൽ കാണുന്നത് നേരെ കൂപ്പൂത്തി താഴോക്കായിരിക്കും വരാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രശ്നം പക്ഷേ ആരും റിയലൈസ് ചെയ്യുന്നില്ല. ഇതാണ് സത്യത്തിൽ മെയിൻ പ്രശ്നം. നമ്മുടെ കൺസിസ്റ്റൻസി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതാണ് നമ്മുടെ ചാനൽ അതിന്റെ റീച്ച് നഷ്ടപ്പെടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. എന്റെ ചാനലിൽ തന്നെ ഇവിടെ നോക്കിക്കൊള്ളുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ വ്യൂ 2291 വ്യൂ. എനിക്ക് തോന്നി ഞാൻ ഈ അടുത്ത സമയത്ത് എങ്ങും അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് 24 മണിക്കൂറിന് ശേഷം എനിക്ക് ഇത്രയും വ്യൂവിലേക്ക് ഒതുങ്ങിയ വീഡിയോകളൊന്നുമില്ല. അതിന് മുമ്പിട്ട വീഡിയോയ്ക്ക് 2084. ഈ അടുത്ത സമയത്തും, അതായത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോലും എനിക്ക് ഇത്രയും കുറഞ്ഞ വ്യൂ കിട്ടിയിട്ടില്ല. കാരണം ഈ ഒരു കാറ്റഗറിയിലുള്ള ചാനലാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോണം. യൂട്യൂബേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ചാനലാണ്. എന്നിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ എനിക്ക് 10K അല്ലെ 15K 20K ഒക്കെ ആവറേജ് വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ആവറേജ് വ്യൂ അത്രയും കിട്ടിക്കൊണ്ടിരുന്നത് എനിക്ക് നഷ്ടപ്പെടുന്നത് എവിടെ വെച്ചാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഈ അടുത്ത സമയത്ത് ഈ ഒരു കഴിഞ്ഞ മാസം എന്റെ ചാനലിൽ നടന്ന ഒരു കാര്യം കാണിച്ചു തരാവേ. ഇവിടെ നോക്കിക്കോളാം. ജൂൺ 18 വരെ ഞാൻ കറക്റ്റ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. ആ വീഡിയോകൾക്ക് എനിക്ക് ആവറേജ് 10K അതേപോലെ 8K 13K അങ്ങനെയൊക്കെ വ്യൂ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ജൂൺ 18 ശേഷം ഞാൻ പിന്നെ വീഡിയോ ഇടുന്നത് ജൂലൈ 7 അതായത് ഒരു 10-15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടായിരുന്നു. അതിനുശേഷം ഇട്ട വീഡിയോകളുടെ വ്യൂ നിങ്ങൾ നോക്കിക്കോ. 6,000, 5,000, 2,000, 2,000. അതായത് നമുക്ക് ആ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആവറേജ്, ഇവിടെ ആവറേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവിടെ ഒരു 6K 7K 8K ഒക്കെ ആയിരുന്നു ആവറേജ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ 6Kയിലും 7Kയിലേക്കും ഒക്കെ ആകാനുള്ള കാരണം അതിന് മുമ്പത്ത് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണ്. മനസ്സിലായി? അപ്പം അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ മിസ്റ്റേക്ക് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മുടെ ചാനലിന്റെ റീച്ച് ഡൗൺ ആകുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 15 ദിവസം വീഡിയോ ഇടായിരുന്നപ്പോഴത്തേക്ക്
എന്താ വീഡിയോയുടെ റീച്ച് മൊത്തത്തിൽ നഷ്ടപ്പെട്ട് ആവറേജ് വ്യൂ 10K അടുത്തുണ്ടായിരുന്നത് നേരെ 2K അടുത്തേക്ക് വരെ എത്തിയ ഒരു സാഹചര്യമായി. അപ്പൊ ഇത് ഇപ്പൊ തുടങ്ങിയ പ്രശ്നമല്ല. ഞാനൊരു ജാനുവരി തൊട്ട് ഈ ചാനലിൽ അധികം ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി വരെയൊക്കെ ഞാൻ നല്ല രീതിയിൽ ഇതിൽ ഡെയിലി വീഡിയോസ് ഇടുമായിരുന്നു. പിന്നെ ഞാനത് അൾട്ടർനേറ്റ് ഡേ ആക്കി. പിന്നെ ആഴ്ചയിൽ ഒരു വീഡിയോ പോലും ഇടാത്ത സാഹചര്യം വന്നു. നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ജാനുവരി നോക്കിക്കോ. ജാനുവരിയിലൊക്കെ എല്ലാ വീഡിയോകൾക്കും 10K 25K 15K 30K 25K അതേപോലെ തന്നെ ലക്ഷത്തിന് മേളിലൊക്കെ വ്യൂ വരുന്നുണ്ടായിരുന്നു. മാർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർച്ച് മാസം വരെയൊക്കെ ഞാൻ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്തു. നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ, എല്ലാ വീഡിയോകൾക്കും നല്ല റീച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ മാർച്ച് മാസത്തിൽ വന്നിട്ട് ഇപ്പം ചെയ്ത അതേ മിസ്റ്റേക്ക് ചെയ്തു. അതായത് വീഡിയോകൾ കുറേ ദിവസം ഇടാതെ വീഡിയോകൾ ഇടാതിരുന്നപ്പോൾ വീണ്ടും റീച്ച് ഡൗൺ ആയി. അതായത് ഒരു 20K ആണ് എനിക്ക് ആവറേജ് കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ അത് നേരെ 10Kയിലേക്ക് മാറി. പിന്നെ ആ 10K കുറച്ച് ദിവസം മെയിൻറ്റെയിൻ ചെയ്തു. വീണ്ടും ഞാൻ വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ഇടാതിരുന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും അതിന്റെ ആ ഒരു ആവറേജ് 5Kയിലേക്ക് പോയി. 5K വരെ ആവറേജ് വന്നതിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ഇടായിരുന്നു. അതായത് ഇപ്പൊ സംഭവിച്ച കാര്യം അന്നേരം നോക്കി 2Kയിലേക്ക് പോയി. മനസ്സിലായോ? ഇത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നടന്നല്ല, ഈ ഒരു 6-7 മാസം കൊണ്ട് നടന്ന ഒരു പ്രോസസ്സിംഗിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ഒരു ലെവലിലേക്ക് വ്യൂ ഡൗൺ ആയി പോയത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആകുന്നത്. പക്ഷെ ആരും ഇതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. ഇതെങ്ങനെ നമ്മുടെയൊക്കെ വ്യൂ കുറയുമ്പോൾ നമ്മൾ പറയൂ നമ്മുടെ വ്യൂ കുറഞ്ഞു പോയി, എനിക്ക് ഫോളോവേഴ്സ് കൂടുന്നില്ല, ഇതാണെന്ന് നമ്മൾ പറഞ്ഞ ആ പല ടെൻഷൻ അടിക്കും. പക്ഷേ എന്താണ് റിയൽ ആയിട്ടുള്ള പ്രോബ്ലം എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ഇന്നലെ ചെയ്ത മിസ്റ്റേക്ക് കാരണമായിരിക്കത്തില്ല നമ്മുടെ ചാനലിന്റെ റീച്ച് പോകുന്നത്. നമ്മൾ ചിലപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് തൊട്ടേ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് നമ്മുടെ ചാനലിന്റെ റീച്ച് നഷ്ടപ്പെടുന്നത്. അപ്പം മനസ്സിലായല്ലോ, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാൻ കാര്യം, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ ജെനുവിൻ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ ഉണ്ടാക്കി യൂട്യൂബിൽ നിന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഒരിക്കലും വിട്ടുകളയരുത്. കൺസിസ്റ്റൻസി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പോയി എന്നാണ് അതിന്റെ അർത്ഥം. വീണ്ടും അത് എങ്ങനെ റിക്കവർ ചെയ്ത് നമ്മുടെ ചാനലിനെ എൻക്രീസ് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നേരെ അടുത്ത പോയിന്റിലേക്ക് പോകും. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിങ് ടോപ്പിക് ആണ്. അതായത് നമ്മുടെ ചാനൽ ഡൗൺ ആകാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ട്രെൻഡിങ് ടോപ്പിക് ആണ്. അതായത് ഇപ്പൊ എന്റെ ചാനലിൽ ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പൊ ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഈ ചാനലിൽ ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ടോപ്പിക്കുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോകൾ എനിക്ക് നല്ല റീച്ച് തരും. അതിൽ നിന്ന് എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എൻഗേജ്മെന്റ് ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയിലേക്കും പോകും. അതേസമയം ഞാൻ എന്റെ ഈ ഒരു ചാനലിൽ മറ്റേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കില്ല. ഇപ്പൊ ബിഗ് ബോസ് പോലുള്ള അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ട്രെൻഡിങ് ആയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ എന്തെങ്കിലും എടുത്ത് ഞാൻ ഈ ചാനലിൽ ഇട്ടു എന്ന് വിചാരിക്കുക. അബദ്ധവശാൽ ആ വീഡിയോ 1-2 വൈറലായി എന്ന് വിചാരിക്കുക. അങ്ങനെ വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേയധികം ഫോളോവേഴ്സിനെ കിട്ടും. എന്റെ ചാനൽ ഒത്തിരി റീച്ച് ആ ഒരു സമയത്തേക്ക് ഒരു 1-2 വീഡിയോ എനിക്ക് കുറെ റീച്ച് കൊണ്ടുതരും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താണ്, എന്റെ ചാനൽ രക്ഷപ്പെട്ടു, എന്റെ ചാനൽ ഗ്രോ ചെയ്തു എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണത്. കാരണം എന്റെ ചാനലിന്റെ ബേസ് എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇടുന്ന ഒരു ചാനലാണ്. എന്റെ കാറ്റഗറി ചാനലിന്റെ അതാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ ഓഡിയൻസ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ആവറേജ് വ്യൂവും എനിക്ക് എന്റെ ചാനലിൽ കിട്ടുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ചാനലിലെ ടോപ്പിക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടുന്നൊക്കെയോ കുറച്ച് ആളുകൾ എന്റെ ചാനലിലേക്ക് വന്നു. എനിക്ക് ആ ഒരു കോണ്ടന്റുകൾ ആ ഒരു ട്രെൻഡിങ് ടോപ്പിക് ഇടുമ്പോൾ കുറച്ച് വ്യൂവും തരുന്നുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ റിയൽ ആയിട്ടുള്ള കാറ്റഗറിയിലേക്ക് ഞാൻ എന്താണോ എന്തിനു വേണ്ടിയിട്ടാണോ എൻ്റെ ചാനൽ തുടങ്ങി ആ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ എൻ്റെ ചാനലിന്റെ റീച്ച് നഷ്ടപ്പെടും. എൻ്റെ ചാനലിൽ വ്യൂ ഇല്ലാതെയാവും. കാരണം എനിക്ക് ആവറേജ് വ്യൂ തന്നുകൊണ്ടിരുന്ന കുറെ ഓഡിയൻസ് ഉണ്ട്. അവർക്ക് ചിലപ്പം അത് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കണ്ടന്റുകൾ ഇടും, അങ്ങനെ കുറെ ഓഡിയൻസ് വരും. അവർ നമ്മളെ ഒരു രീതിയിലും പ്രയോജനം ചെയ്യുന്നവരായിരിക്കത്തില്ല. പക്ഷേ നമ്മുടെ ജെനുവിൻ ഓഡിയൻസിനെ കൂടെ നമ്മൾ വെറുപ്പിക്കുന്ന രീതിയിലാണ് ഈ വൈറൽ ടോപ്പിക് അല്ലെങ്കിൽ ട്രെൻഡിങ് ടോപ്പിക് ഇട്ടിട്ട് കുറച്ച് വ്യൂ ഉണ്ടാക്കിയത്. അതിന്റെ ടൈം കഴിഞ്ഞ് അതിന്റെ കാറ്റ് പോയി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ റിയൽ ടോപ്പിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ആവറേജ് വ്യൂ തരുന്ന നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള ആ ഒരു ഫോളോവേഴ്സ് കൂടെ നമ്മളെ വെറുത്തിട്ടുണ്ടായിരിക്കും. അവരും ഇട്ടിട്ട് പോകും. അവസാനം വീണ്ടും നമ്മുടെ ചാനൽ പഴയന്റെ പിന്നത്തെ അവസ്ഥയിലേക്ക്. മനസ്സിലായോ? അപ്പൊ ട്രെൻഡിങ് ടോപ്പിക് ചാനൽ യൂസ് ചെയ്യരുതെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ടോപ്പിക്കുകൾ ചാനലിൽ ഉപയോഗിക്കുക. അതല്ലാതെ ലോകത്ത് കാണുന്ന എല്ലാ ട്രെൻഡിങ്ങും നിങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾ വലിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിട്ടായിരിക്കും വരാനായിട്ട് പോകുന്നത്. അതല്ല, നിങ്ങളുടെ ചാനൽ ഒരു കാറ്റഗറി ബേസിലൊന്നും അല്ല. നിങ്ങൾ തുടക്കം തൊട്ടേ എല്ലാ കോണ്ടന്റുകളും ഇടും. എല്ലാ ടൈപ്പ് ഓഡിയൻസ് നിങ്ങളുടെ ചാനലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാം. ഏത് സാധനങ്ങൾ ഇട്ടാലും കാണാനുള്ള ആൾക്കാർ നിങ്ങളുടെ ചാനലിൽ കാണുമല്ലോ. പക്ഷേ അതല്ലാതെ നമ്മളൊരു കാറ്റഗറി ബേസ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു തീം ബേസ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ, നമ്മുടെ റിയൽ ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഓഡിയൻസിനെ നമ്മൾ വെറുപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആ ഒരു കാര്യത്തിലൂടെയും നമ്മുടെ ചാനലിന്റെ റീച്ച് നഷ്ടപ്പെടും. മൂന്നാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ ചാനലിൽ ഇടുന്ന മിക്സ് കണ്ടന്റ്. അതായത് ഈ രണ്ടാമത് പറഞ്ഞ അതേ
കാര്യവുമായിട്ട് റിലേറ്റഡ് ആണ് ഈ മിക്സ്ഡ് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് വരുന്ന ഓഡിയൻസ് തന്നെ കൺഫ്യൂസ്ഡ് ആവും. ഇവൻ എന്ത് സംഭവമാണ് ഇടാൻ പോകുന്നത്, അടുത്തായിട്ട് ഇവൻ എന്തായിരിക്കും ഇടാൻ പോകുന്നത്, എന്തിനു വേണ്ടി ഞാൻ ഇവനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരു തോന്നല് സബ്സ്ക്രൈബേഴ്സിനുള്ളിൽ. അപ്പൊ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞ പോലെ ഒരു തീം ബേസ്ഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക. എല്ലാം വാരി വലിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് തന്നെ കൺഫ്യൂഷൻ ആവുകയും നമുക്ക് തന്നെ കണ്ടന്റുകൾ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യത്തില്ല, വീണ്ടും ഡൗൺ ആയിട്ട് പോകത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മുടെ ചാനലിലെ പതുക്കെ ആണെങ്കിലും കില്ല് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ ആരും ഇത് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് മൈൻഡ് ചെയ്തു കൊടുക്കുക. ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ ഫ്രീസ് ആയിട്ടുള്ള ചാനലുകൾ നമുക്ക് അൺഫ്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി എങ്ങനെ അൺഫ്രീസ് ചെയ്യാമെന്നുള്ള പറഞ്ഞുതരാം. അതിന് സിമ്പിൾ ആണ്. ഇപ്പം ഞാൻ ആദ്യത്തെ പറഞ്ഞ പോയിന്റിൽ കൺസിസ്റ്റൻസി ബ്രേക്ക് ആയതുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ ഡൗൺ ആകുന്നത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി വീണ്ടും കീപ്പ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒരു 60 ഡേയ്സ് നിങ്ങൾ ആ പഴയ കൺസിസ്റ്റൻസിയിലേക്ക് തിരിച്ചു വന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തും. മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണ്? ട്രെൻഡിങ് ടോപ്പിക് നിങ്ങൾ ഇടുക. പക്ഷേ നിങ്ങളുടെ ചാനൽ കാറ്റഗറിയിലുള്ള ട്രെൻഡിങ് ടോപ്പിക് ഇടുക. അങ്ങനെയുള്ള ട്രെൻഡിങ് ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഓഡിയൻസ്, അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾ ഇടുന്ന അടുത്ത വീഡിയോകൾ കാണാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. കാരണം നിങ്ങളുടെ ചാനൽ കാറ്റഗറിയിലുള്ള ആളുകളാണ് അവർ. രണ്ടാമതായിട്ടുള്ള കാര്യം ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് ട്രെൻഡിങ് ടോപ്പിക് ഇടുമ്പോൾ നിങ്ങളുടെ അതേ കാറ്റഗറിയിലുള്ള ട്രെൻഡിങ് ടോപ്പിക് ഇടുക. മിക്സ്ഡ് കണ്ടന്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മിക്സ്ഡ് കണ്ടന്റുകൾ ആര് വലിച്ച് അപ്ലോഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഒരു ഓഡിയൻസ് ബേസ് ഉണ്ടാക്കി ഒരു തീമിന്റെ ബേസിൽ തന്നെ നിങ്ങളുടെ ചാനലിനെ മുമ്പോട്ട് കൊണ്ടുപോകുക. സാധാരണ പലരും പറയാറുള്ള ഒരു കാര്യമാണ്, 2 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട്, 1 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട്, പക്ഷേ കിട്ടുന്ന വ്യൂ 1000 ആണ്, 500 ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ആ സബ്സ്ക്രൈബർ കൗണ്ടിനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. നിങ്ങൾ ആരും സബ്സ്ക്രൈബർ കൗണ്ടിന്റെ പുറകെ പോകാതിരിക്കുക. നിങ്ങൾക്ക് 1 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂ 1000 വ്യൂ ആണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് മാത്രം കണക്കാക്കിയാൽ മതി. 1 ലക്ഷത്തിന്റെ പുറകെ പോകരുത്. ഈ 1000 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വീഡിയോ ചെയ്യുക. മനസ്സിലായോ? അപ്പൊ 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളെന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മൈൻഡിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ വീണ്ടും 1 ലക്ഷം ആക്കാനായിട്ട് ട്രൈ ചെയ്യും. നമുക്ക് 1 ലക്ഷം ഉണ്ട്, പക്ഷെ എനിക്ക് 1000 വ്യൂ ഉള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഡിമോട്ടിവേറ്റ് ആവുകയാണ്. നമ്മൾ മോട്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കണം യൂട്യൂബിൽ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇത് പകുതി വഴി കിട്ടിട്ട് പോകും. അതായത് 1 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, 1000 വ്യൂ കിട്ടുന്നുള്ളൂ. നമ്മൾ ചിന്തിക്കുകയാണ് 1 ലക്ഷത്തിൽ എനിക്ക് 1000 രൂപ കിട്ടുന്നുള്ളൂ, എന്തൊരു കഷ്ടമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി. അതേ സാധനത്തിൽ നേരെ മറിച്ച് ചിന്തിച്ചു ചോദിക്കും, എനിക്ക് 1 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, അത് അവിടെ കിടന്നുണ്ട്, പക്ഷേ എനിക്ക് 1000 വ്യൂ കിട്ടുന്നുണ്ട്. ഞാൻ 1000 ഫോളോവേഴ്സ് ആയിട്ട് ഇവരെ കണക്കാക്കുന്നുള്ളൂ. ഈ 1000 വ്യൂ തരുന്നവരാണ് എന്റെ ഫോളോവേഴ്സ്. അപ്പൊ എനിക്ക് 1000 ഫോളോവേഴ്സ് ഉള്ളൂ എന്ന് ഞാനൊക്കെ ചിന്തിക്കുന്നു എന്ന് വിചാരിക്കുക. മോട്ടിവേറ്റ് ആയില്ലേ? 1000 ഫോളോവേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യണം. 1000 ഫോളോവേഴ്സിന് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യും. അപ്പൊ പലരും കൂടുതൽ ഫോളോവേഴ്സ് എവിടുന്നൊക്കെയോ ഈ പറഞ്ഞ പോലെ ഈ ട്രെൻഡിങ് ടോപ്പിക് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഡെഡ് ആയിട്ടുള്ള ഫോളോവേഴ്സ് വന്ന് കയറും. അവർ പിന്നീട് നമ്മുടെ വീഡിയോ കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ആണ് ഈ ചാനലിൽ ഈ ഫോളോവേഴ്സ് ആയിട്ട് കൂടി വരുന്നത്. അങ്ങനെയുള്ള ഫോളോവേഴ്സിനെ കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. നമുക്ക് വേണ്ടത് ആക്റ്റീവ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആണ്. എത്ര പേര് നമ്മുടെ വീഡിയോ കാണുന്നു അവരാണ് നമ്മുടെ യഥാർത്ഥ ഫോളോവേഴ്സ്. അവർക്ക് വേണ്ടിയുള്ള കണ്ടന്റുകൾ ഇട്ടുകൊണ്ടേ ഇരിക്കുക. അതാകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊന്ന് മോട്ടിവേറ്റ് ആവുകയും ചെയ്യും, നമ്മുടെ ചാനൽ കൂടുതൽ കണ്ടന്റുകൾ വരികയും ചെയ്യും, നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുകയും ചെയ്യും. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് ഒരു 60 ഡേയ്സ് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണ്ടിന്യൂസ് വീഡിയോകൾ ചെയ്യുക. നിങ്ങൾക്ക് ടോപ്പിക്സ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ChatGPTയുടെ സഹായത്തോടെ നിങ്ങളുടെ ഒരു 60 കണ്ടന്റിന്റെ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആ 60 കണ്ടന്റിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി അതേ ലിസ്റ്റിൽ കണ്ടിന്യൂസ് ഒരു 60 ദിവസം നിങ്ങൾ വീഡിയോകൾ ചെയ്ത് നോക്കുക. അതിൽ ഏതെങ്കിലും 1-2 വീഡിയോ എങ്കിലും ഉറപ്പായിട്ടും വൈറലാകാനാണ് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഇതേപോലുള്ള പല സാഹചര്യത്തിലും എന്റെ ചാനലുകൾ ഞാൻ ഗ്രോ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഡൗൺ ആയിട്ട് എന്റെ ചാനലിനെ ഞാൻ തിരിച്ച് നല്ല ഒരു റീച്ചിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ അത് എന്താണ് നമ്മുടെ ചാനലിന്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് ഡെഡ് ആയ ചാനലും ഫ്രീസ് ആയ ചാനലും നമുക്ക് അൺഫ്രീസ് ചെയ്ത് പഴയ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ള വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വരെ ഞാൻ ഈ പറയുന്ന അവസാന പോയിന്റ് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിലേക്ക് അത് ഒരു പ്രയോജനമായി കാണുമെന്ന് കരുതുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായിട്ട് അറിയിക്കുക. മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ അവസാനം വരെ കണ്ടവർ തീർച്ചയായിട്ടും ആ കാര്യം കൂടെ, ഞാൻ അവസാനം വരെ ഈ വീഡിയോ കണ്ടു എന്നുള്ള കാര്യം കൂടെ കമന്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ടെലഗ്രാമിൽ ഒരു ചാനലുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.